This papers that was ever created, it was made of a plant called papyrus. Okay. ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് പറ്റിയൊരു അബദ്ധത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൗറീഷ്യസിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഈജിപ്ഷ്യൻ ഡേ എന്ന് പറഞ്ഞിട്ട്. കേട്ടപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് പോലെ തോന്നി. അപ്പോൾ എന്നാൽ ആ പരിപാടി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നടന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നടന്ന് ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു ചർച്ചിലാണ് കേട്ടോ. പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഏതോ വലിയ പരിപാടിയാണ്, എക്സിബിഷനെല്ലാം പോലെ അങ്ങനെ പ്രതീക്ഷിച്ചാണ് ചെന്നത്. പക്ഷേ പ്രതീക്ഷിച്ച അത്ര ആളുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ച അത്ര ആൾക്കൂട്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. പോരാത്തതിന് നല്ല അടിപൊളി മഴയും. കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ടൊരു സങ്കടമായിരുന്നു. പക്ഷെ ഇതാ ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ, ആള് ഈജിപ്തിനെ കുറിച്ചും ഈജിപ്തിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. ഇവിടെ ഇവർ ഇന്ന് ഒരു ചെറിയ മ്യൂസിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പോയി കാണാനും അതുപോലെ ഈജിപ്ഷ്യൻ ഫുഡ് ട്രൈ ചെയ്യാനൊക്കെയാണ് ആൾ പറയുന്നത്. And you're gonna get the chance to write your name in hieroglyphics. Okay. Right now there is the museum. We're gonna show you a little bit about the ancient Egyptian and the Coptic Egypt and the Christian era and all of that. Okay. There is also food fatir, which is അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ ആൽഫബറ്റ് ആയിട്ടുണ്ടായിരുന്ന ഹൈറോഗ്ലിഫിക് എന്ന് പറയുന്ന ആ ഒരു അക്ഷരങ്ങൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പേര് എഴുതാനുള്ള ഒരു ഫെസിലിറ്റി അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു ചർച്ച്, ഒരു ഈജിപ്ഷ്യൻ ചർച്ച്, അതും അവരവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർന്നിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു എക്സിബിഷൻ ആയിരുന്നു. എന്തായാലും വന്നതല്ലേ എന്ന് കരുതി നമ്മൾ ചെറുതായിട്ട് ആ മ്യൂസിയത്തിലൊക്കെ ഒന്ന് കയറി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിരുന്നു കേട്ടോ. You're gonna see a lot of them, pictures of them inside. Okay. And at the end of all, there is like the gift shop if you wanna get something. Okay. Of course, all is free except the gift shop. Okay, thank you. Please go ahead. Thank you. ആളുടെ എക്സ്പ്ലനേഷനൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ മ്യൂസിയത്തിനകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഫേസ് പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളും ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ചർച്ചാണെന്നും ചർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മാത്രമേ അവിടെയുള്ളൂ, പുറത്തുനിന്ന് ഉള്ള ആളുകളായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ എല്ലാവർക്കും പരസ്പരം അറിയായിരുന്നു. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് ചെന്ന് അവിടെയുള്ള ഓരോ കാര്യങ്ങൾ, BC 3100 മുതലുള്ള സംഭവങ്ങൾ, ഏർലി ഡൈനാസ്റ്റിക് കിങ്ഡം, അതുപോലെ പിരമിഡ്സ്, അതുപോലെ മമ്മി, ഈജിപ്തിലെ ആളുകൾ യൂസ് ചെയ്തിരുന്ന ജ്വല്ലറി, അതിൻ്റെ ഫോട്ടോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടാണെങ്കിലും അവരവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Open it, any page you want. Just open. Don't look. Don't look, just open. Close your eyes, open English. Papa will help you. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് ഫുഡ് കോർണറിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ വെറൈറ്റി ആയിട്ട് കുറേ ഈജിപ്ഷ്യൻ ഫുഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. Sesame with sugar, semsemeya. What's the name? Sesame. Okay. Sesame with sugar. This is sugar. Fatir Meshaltat. We got it all the way from Egypt to Mauritius. This is Egyptian local food. സെസം മുച്ച്കിനോ അങ്ങനെ എന്താ അവർ പറഞ്ഞത്. സംഭവം നമ്മുടെ എള്ളുണ്ടല്ലോ, എള്ള്, വെള്ള കളറുള്ള എള്ളിൻ്റെ മിഠായി. Please add. Would you love the molasses or tahini? Okay. We are to eat together. Yes, put it on it. Okay. It's a sweet. It's a sweet, no? This is sweet. Yes, but not so sweet. The tahini made the balance. Okay. Of flour and oil. So customize your own fatir. Flour and oil. Okay. Roll it. Yeah. Sesame with sugar. Semsemeya. You want more? No, it's okay. Thank you. Okay, just give it a try. Okay. Come back if you want more. Okay. Yeah. Okay. അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വീറ്റ് റെസിപ്പിൻ്റെ ആയിരുന്നു കേട്ടോ. കണ്ടിട്ട് ഒരു മുട്ടപ്പോള എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കാറില്ലേ, അതുപോലത്തെ ഒരു സംഭവമായിരുന്നു. അതിൻ്റെ മേലെ ഒഴിക്കാൻ വേണ്ടി ഒരു സ്വീറ്റ്നർ ഉണ്ടായിരുന്നു. അപ്പോൾ കടലയുടെ ഒരു ഫ്ലേവർ പോലെ തോന്നി കേട്ടോ. കടല അരച്ച് അതുപോലെ ഷുഗറും കാര്യങ്ങളൊക്കെ ചേർത്ത് അങ്ങനെ ഒരു ഫ്ലേവറാണ് എനിക്ക് കിട്ടിയത്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച്, ഭക്ഷണം എന്ന് പറയുന്നില്ല എന്നാലും ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ.
ഇന്ന് ശരിക്കും നല്ല രീതിയിലൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു എനിക്ക്. പിന്നെ എന്താ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും മോൾക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് എക്സാം ആണ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അതും അതിൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇത് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.